ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശി വരുന്നു. അംലാക്കി ഏകാദശി, അംല ഏകാദശി. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2025 മാർച്ച് 9 രാവിലെ 7:45 മുതൽ 2025 മാർച്ച് 10 രാവിലെ 7:44 വരെയാണ്. മാർച്ച് 10-ാം തീയതി 7:44 കഴിയുമ്പോൾ മഹാദ്വാദശിയാണ്. വൈഷ്ണവ വിശ്വാസപ്രകാരം ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ആ പുണ്യമായ ദിവസത്തെയാണ് ഏകാദശിയായി കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ 2025 മാർച്ച് 10-ാം തീയതിയാണ് ഏകാദശിയായി കണക്കാക്കുന്നത്. എന്നാൽ മാർച്ച് 9-ാം തീയതി രാവിലെ 7:45 മുതൽ ഏകാദശി തിഥി തുടങ്ങുന്നതിനാൽ കഴിയുമെങ്കിൽ മാർച്ച് 9-ാം തീയതിയും 10-ാം തീയതിയും ധാന്യഭക്ഷണങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നത് അങ്ങേയറ്റം ഉത്തമമാണ്. അങ്ങനെ ചെയ്യുന്നു എങ്കിൽ മാർച്ച് 8-ാം തീയതി ഒരിക്കലൂണ് ശീലമാക്കിക്കൊണ്ട് 9-ഉം 10-ഉം ധാന്യഭക്ഷണങ്ങൾ ഒഴിവാക്കിയാൽ വളരെയധികം ഉത്തമമാണ്. ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ 10-ാം തീയതിയെങ്കിലും ധാന്യഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഈ ഏകാദശിക്ക് പറയുന്ന പേര് അംലാക്കി ഏകാദശി എന്നാണ്. അതായത് അംല എന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്ക എന്നാണ് അർത്ഥം. അപ്പം നെല്ലിക്കായ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, നെല്ലിമരത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എടുക്കുന്ന ഏകാദശിയാണ് ഈ ഏകാദശി. നെല്ലിമരത്തിൽ മഹാലക്ഷ്മി വസിക്കുന്നു എന്നാണ് പറയുന്നത്. മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള വൃക്ഷമാണ് നെല്ലിമരം എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം നെല്ലിമരത്തിന് പൂജ ചെയ്യുന്നത് അങ്ങേയറ്റം ശ്രേയസ്കരമാണ്. ഭക്തർ രാവിലെ എഴുന്നേറ്റ് കുളിച്ച്, നമ്മുടെ വീട്ടിൽ നെല്ലിമരം ഉണ്ടെങ്കിൽ തലേ ദിവസം തന്നെ നെല്ലിമരത്തിൻ്റെ ചുവടുഭാഗമൊക്കെ നന്നായി വൃത്തിയാക്കി വെക്കാറുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നെല്ലിമരത്തിന് പൂജ ചെയ്യാറുണ്ട്. നെല്ലിമരത്തിന് എങ്ങനെയാണ് പൂജ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെല്ലിമരത്തിൻ്റെ ചുവടുഭാഗമൊക്കെ നല്ല ഭംഗിയായിട്ട് തൂത്ത് വൃത്തിയാക്കി തലേ ദിവസം തന്നെ വെക്കുക. പിറ്റേ ദിവസം രാവിലെ എല്ലാം ഒന്ന് വെള്ളമൊക്കെ നന്നായിട്ട് കുടയുക. അതിനുശേഷം ഒരു പാത്രത്തിൽ ജലം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് എള്ളും ചേർക്കുന്നു. എള്ള് കറുത്ത എള്ളായാലും വെളുത്ത എള്ളായാലും ദോഷമില്ല. കുറച്ച് എള്ളും കൂടെ ചേർത്തിട്ട് ഈ ജലം ആദ്യം തന്നെ നെല്ലിമരത്തിൻ്റെ ചുവട്ടിലേക്ക് ഒഴിക്കുന്നു. അതിനുശേഷം നെല്ലിമരത്തിൻ്റെ ചുവട്ടിലേക്ക് പുഷ്പങ്ങൾ സമർപ്പിക്കുന്നു. എന്നിട്ട് നെല്ലിമരത്തിന് ഒരു മഞ്ഞ പട്ട് നെല്ലിമരത്തിൽ ചുറ്റുന്നു. അതിന് സാധിക്കുന്നില്ലെങ്കിൽ മഞ്ഞ കളറിലെ നൂല് വസ്ത്രമായി നമ്മൾ ചിന്തിച്ചുകൊണ്ട് ചുറ്റിയാലും മതി. അതിങ്ങനെ കെട്ടിവെക്കും. അതായത് നെല്ലിമരത്തിന് വസ്ത്രം കൊടുക്കുന്നു. അതിനുശേഷം നെല്ലിമരത്തിന് നമ്മൾ നെല്ലിക്ക പ്രസാദമായി സമർപ്പിക്കുന്നു. 5-7 നെല്ലിക്കകളൊക്കെ ഒരു പാത്രത്തിലാക്കി നെല്ലിമരത്തിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് പ്രസാദമായിട്ട് സമർപ്പിക്കുന്നു. ചന്ദനത്തിരി കത്തിച്ചു വെക്കുന്നു, വിളക്ക് കത്തിച്ചു വെക്കുന്നു. അതിനുശേഷം കുറച്ച് എള്ള് ഒരു കൈപ്പിടിയിലെടുത്തിട്ട് അത് വീണ്ടും നെല്ലിമരത്തിൻ്റെ ചുവട്ടിൽ സമർപ്പിച്ച് തൊഴുന്നു. അതിനുശേഷം നെല്ലിമരത്തിനെ 7-5 ഇങ്ങനെ കണക്കിൽ വലത്ത് വെച്ച് പ്രാർത്ഥിക്കും. ഒന്നുകിൽ 5 വലത്ത് വെച്ച് പ്രാർത്ഥിക്കാം, അതല്ലെങ്കിൽ 7 വലത്ത് വെച്ച് പ്രാർത്ഥിക്കാം, അതല്ലെങ്കിൽ 9 വലത്ത് വെച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം ക്ഷമിച്ച് അനുഗ്രഹിക്കണമെന്ന് നെല്ലിമരത്തിനോട് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം
നമ്മൾ ഏകാദശി അനുസരിച്ചിട്ട് ഏകാദശി പൂർത്തിയാകണമെങ്കിൽ, ഏകാദശിയുടെ വ്രതം പൂർത്തിയാകണമെങ്കിൽ ഏകാദശിയുടെ വ്രതകഥ വായിക്കണം എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ വ്രതകഥ കേൾക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ വ്രതകഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അത് മനസ്സിലാക്കുക. അതിനുശേഷം കയ്യിൽ ഒരു കുറച്ച് എള്ള് നമ്മുടെ വലതു കയ്യിൽ എടുത്ത് പിടിച്ച് ഇങ്ങനെ അടച്ചു പിടിച്ചുകൊണ്ട്, കയ്യിലിങ്ങനെ ചുരുട്ടി പിടിച്ചുകൊണ്ട് ഈ വ്രതകഥ, നമ്മൾ കേട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന വ്രതകഥ നിങ്ങൾ വീണ്ടും ഒന്നും കൂടെ പറയണം. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ആ എള്ള് വീണ്ടും നെല്ലിമരത്തിൻ്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കണം. അതിനുശേഷം നെല്ലിമരത്തിന് ദീപാരാധന ചെയ്യണം. അതായത് കുറച്ച് കർപ്പൂരമോ എന്തെങ്കിലും ഒരു കുഞ്ഞു പാത്രത്തിൽ, അതല്ലെങ്കിൽ ഒരു മൺചിരാതിൽ വിളക്കായാലും മതി. എന്നിട്ട് അത് നെല്ലിമരത്തിന് ആരതി ചെയ്യണം. ഭഗവാന് നെല്ലിക്ക കൂടാതെ മറ്റു ഭക്ഷണങ്ങൾ, അതായത് പാൽപ്പായസമോ അതല്ലെങ്കിൽ മറ്റു പഴവർഗ്ഗങ്ങളോ ഒക്കെ തന്നെ നെല്ലിമരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നെല്ലിമരത്തിനെ നമസ്കരിക്കുക. നെല്ലിമരത്തിന് ദക്ഷിണ സമർപ്പിക്കണം. ആ ദക്ഷിണ പിന്നീട് നിങ്ങൾക്ക് ഏതെങ്കിലും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടുത്തെ കാണിക്ക വഞ്ചിയിൽ ഇട്ടാൽ മതി. ഇനി നെല്ലിമരം നമ്മുടെ വീട്ടിലില്ലെങ്കിൽ പുതുതായിട്ട് ഒരു നെല്ലിയുടെ മരം, അതായത് ഒരു തയ്യ് മേടിച്ചുകൊണ്ട് വന്ന് ഒരു ചട്ടിയിൽ നട്ടിട്ട്, അതല്ലെങ്കിൽ താഴെ നട്ടിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി അതിനും സാധിക്കുന്നില്ല എന്നുള്ളവർ ഭഗവാന്, അതായത് നമ്മുടെ വീട്ടിൽ എന്തായാലും ഭഗവാന്റെ ഒരു ഫോട്ടോ കാണും. ആ ഫോട്ടോയുടെ മുമ്പിൽ ഒരു 7 നെല്ലിക്ക ഒരു പാത്രത്തിലാക്കി ഭഗവാന് നൈവേദ്യമായിട്ട് സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കണം. അതിനുശേഷം ഈ നെല്ലിക്ക നമുക്ക് കൂട്ടാൻ വെച്ച് ഉപയോഗിക്കാം. അത് വെളുത്തുള്ളിയൊന്നും ചേർക്കാതെ കൂട്ടാൻ വെച്ച് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ മീനിൻ്റെ കൂടെയൊന്നും ആ നെല്ലിക്കയുടെ കൂട്ടാൻ നമ്മൾ കഴിക്കരുത്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നെല്ലിക്ക പച്ചയായിട്ട് നമുക്ക് കഴിക്കാം, ഉപ്പിലിട്ടും കഴിക്കാം. പക്ഷേ മാംസാഹാരങ്ങളുടെ കൂടെ ഉപയോഗിക്കരുത്. ആ കൂട്ടത്തിൽ വെളുത്തുള്ളിയൊന്നും ചേർക്കരുത്. അക്കാര്യം ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം, ഈ നെല്ലിമരത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ പൂജ ചെയ്യുമ്പോൾ ഭഗവാൻ വിഘ്നേശ്വരന് കൂടി നമ്മൾ പൂജ ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ കൊച്ചു വിഘ്നേശ്വരൻ്റെ പ്രതിമയോ അതല്ലെങ്കിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ ഒരു പട്ടൊക്കെ വിരിച്ചിട്ട് ഈ നെല്ലിമരത്തിൻ്റെ ചുവട്ടിൽ വിഘ്നേശ്വരനെ വെക്കുക. അതിനുശേഷം അദ്ദേഹത്തിനും കൂടി പഴവർഗ്ഗങ്ങൾ സമർപ്പിക്കുകയും ദീപം തെളിയിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ പൂജ പൂർത്തിയാവുകയുള്ളൂ. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വിഘ്നേശ്വരന് പഴവർഗ്ഗങ്ങൾ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തുളസിയില സമർപ്പിക്കരുത്. അക്കാര്യം ശ്രദ്ധിക്കുക. നെല്ലിമരത്തിൻ്റെ ചുവട്ടിൽ പഴവർഗ്ഗങ്ങൾ സമർപ്പിക്കുമ്പോൾ തുളസിയില സമർപ്പിക്കണം. കാരണം അത് മഹാവിഷ്ണുവിനുള്ള നൈവേദ്യമാണ്. ഈ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. അങ്ങേറ്റം ഐശ്വര്യദായകമാണ് ഈ ഏകാദശി. സകലവിധ ശത്രുദോഷങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നതാണ് ഈ ഏകാദശി. ഈ ഏകാദശിയുടെ വ്രതകഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പണ്ട് ചിത്രസേനൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. ആ രാജാവ് വലിയ വിഷ്ണു ഭക്തനായിരുന്നു. എല്ലാ ഏകാദശികളും അദ്ദേഹം എടുക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ആ രാജ്യത്തിലുള്ള ജനങ്ങളും ഏകാദശി എടുക്കുമായിരുന്നു. വളരെ ദയാലുവായിരുന്നു, ഭക്തനായിരുന്നു, നല്ല ഒരു പ്രജാക്ഷേമ തൽപരനായിരുന്നു ചിത്രസേന രാജാവ്. അദ്ദേഹം ഒരിക്കൽ ഈ അംല ഏകാദശി എടുത്തുകൊണ്ടിരുന്ന ആ ദിവസം ഇവർ എല്ലാവരും തന്നെ രാത്രിയിൽ ഉറങ്ങാതിരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ട്. അങ്ങനെ ഉറങ്ങാതിരുന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് കുറച്ച് ശത്രുക്കളുണ്ട്. ഈ ശത്രുക്കൾക്ക് മനസ്സിലായി ഏകാദശി ദിവസമാണ്, രാജാവ് എന്തായാലും യുദ്ധം ചെയ്യില്ല, ഈ സമയത്ത് ആക്രമിക്കാം. അങ്ങനെ ഈ ശത്രുക്കൾ അന്നേ ദിവസം രാത്രിയിൽ രാജ്യം ആക്രമിക്കുകയാണ്. പക്ഷേ രാജാവോ രാജാവിൻ്റെ സേനകളോ ജനങ്ങളോ ഒന്നും തന്നെ ആയുധം കൈകൊണ്ടെടുത്തില്ല. കാരണം ഏകാദശിയാണ്. അവർ അത് ചെയ്തില്ല. എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഒരു നെല്ലിമരത്തിൽ നിന്നും ഒരു പ്രകാശം താഴേക്ക് വന്നുവെന്നും
ആ പ്രകാശം ഭഗവാൻ ശ്രീകൃഷ്ണനായിരുന്നുവെന്നും ശ്രീകൃഷ്ണൻ ഈ ശത്രുക്കളെ തുരത്തി ഓടിച്ചുവെന്നും പറയുന്നു. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചിത്രസേന മഹാരാജാവിൻ്റെ രാജ്യത്തെ സംരക്ഷിക്കുകയാണ്, തൻ്റെ ഭക്തരെ സംരക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഏകാദശിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ആരുമില്ലാത്ത നിസ്സഹായരായ മനുഷ്യരെ അവർക്ക് വേണ്ട പൂർണ്ണമായ സംരക്ഷണം ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകും എന്നുള്ളതാണ് ഈ ഏകാദശി വ്രതകഥയിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. നമ്മൾ ഓരോരുത്തരും ഇതേ അവസ്ഥയിലാണ് അല്ലേ? ഈ ലോകത്ത് നമുക്ക് ധാരാളം ബന്ധുക്കളും സ്വന്തക്കാരും മക്കളും ഭർത്താവും അച്ഛനും അമ്മയും ഒക്കെ കാണും. പക്ഷേ നമുക്കൊരു വലിയ ഒരു പ്രശ്നം നേരിടേണ്ടി വരുന്ന ആ ഒരു സാഹചര്യത്തിൽ ആരും തന്നെ നമ്മുടെ കൂടെ കാണാനുള്ള സാധ്യത ഈ കലിയുഗത്തിൽ വളരെ വളരെ കുറവാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ മഹാഭാഗ്യവാന്മാർ എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ ആളുകൾ നമ്മുടെ കൂടെ കാണും, പക്ഷെ അവർ നമ്മളെ എന്ത് ചെയ്യും? നിരന്തരം ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും, കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടാവാം, പക്ഷെ നമ്മളെ മനസ്സിലാക്കാതെ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ധാരാളം ദുഃഖങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയുമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഓരോരുത്തരും കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വേദനകളെ വീണ്ടും വീണ്ടും ചോദിച്ച്, നമ്മളെ കാണുമ്പോൾ അത് ചോദിച്ച് നമ്മളെ കൂടുതൽ വിഷമിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ധാരാളം ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരുമൊക്കെ നമ്മുടെ ചുറ്റിനുമുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരാലും ഒറ്റപ്പെട്ട് ആരുമില്ലാതെ സ്വന്തം ദുഃഖങ്ങളെല്ലാം അവനവൻ്റെ മനസ്സിൽ മാത്രം നിക്ഷേപിച്ച് എല്ലാവരിൽ നിന്നും അകന്നു മാറി കഴിയുന്ന മനുഷ്യർക്ക് എന്നും ഭഗവാൻ ഒരു അനുഗ്രഹം തന്നെയാണ്. നാമജപത്തിലൂടെ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടുന്നതിനായിട്ട് സാധിക്കും. ഏകാദശി വ്രതം ഭക്തിയോടുകൂടി അനുഷ്ഠിച്ചാൽ ദുഃഖം അനുഭവിക്കുന്ന മനുഷ്യർക്കെല്ലാം തന്നെ ഒരു ശാശ്വതമായ പരിഹാരം ഈശ്വരൻ കണ്ടെത്തിത്തരും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇനി ഏകാദശി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈഷ്ണവ വിശ്വാസപ്രകാരം പൂർണ്ണമായ ധാന്യഭക്ഷണം നമ്മൾ ഒഴിവാക്കും. അരി, ഗോതമ്പ്, റാഗി, തിന, ഇങ്ങനെയൊക്കെയുള്ള ഓട്സ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ധാന്യങ്ങളും നമ്മൾ ഒഴിവാക്കും. നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലുവർഗ്ഗങ്ങൾ നമുക്ക് കഴിക്കാം, പഴവർഗ്ഗങ്ങൾ നമുക്ക് കഴിക്കാം, പച്ചക്കറികൾ നമുക്ക് കഴിക്കാം, ഭൂമിക്കടിയിൽ വളരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ നമുക്ക് കഴിക്കാം. നമ്മുടെ രണ്ടാമത്തെ ചാനൽ കൗസ്തുഭം വെജ് ഫുഡ്സിൽ നമ്മൾ ഏകാദശി ഭക്ഷണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, ഏകാദശി പുഴുക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ രീതിയിലൊക്കെ പുഴുക്കുണ്ടാക്കി നിങ്ങൾക്ക് ഏകാദശി വ്രത ദിവസം കഴിക്കാം. അതല്ലെങ്കിൽ പൂർണ്ണമായി ഉപവസിക്കാം. അതല്ലെങ്കിൽ ഒരു നേരം മാത്രം പഴവർഗ്ഗങ്ങൾ കഴിച്ചിരിക്കാം, 3 നേരം പഴവർഗ്ഗങ്ങൾ കഴിച്ചിരിക്കാം. അല്ലെങ്കിൽ ഒരു നേരം ഏകാദശി പുഴുക്ക് കഴിച്ചിട്ട് മറ്റു 2 നേരവും ഒന്നും കഴിക്കാതെ ഇരിക്കാം, പഴവർഗ്ഗങ്ങൾ കഴിക്കാം. എങ്ങനെയാണോ നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് നമ്മൾ തീരുമാനിക്കുക. എന്ത് കഴിച്ചാലും ഭഗവാന് നൈവേദ്യമായി സമർപ്പിച്ചിട്ട് അത് പ്രസാദമായിട്ട് വേണം കഴിക്കാൻ എന്നുള്ളതാണ് പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടുന്നത്. ഇനി ചൗവരി പാലിൽ കാച്ചിയിട്ട്, നിങ്ങൾക്കറിയാമല്ലോ സാബുദന, അത് പാലിൽ കാച്ചിയിട്ട് അത് ഭഗവാന് സമർപ്പിച്ചിട്ട് അത് ഒരു നേരത്തെ ഭക്ഷണമായി കഴിക്കാം. അത് നല്ലൊരു കംപ്ലീറ്റ് മീലാണ്, നമുക്ക് ക്ഷീണമൊന്നും ഉണ്ടാക്കുകയില്ല. അതൊക്കെ നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചിട്ട് കഴിക്കുക. കപ്പലണ്ടി കഴിക്കാം, നട്ട്സൊക്കെ കഴിക്കാം. അതൊക്കെ നോക്കുക, ഗ്യാസൊന്നും വരുത്തരുത്, അതനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഏകാദശി എടുക്കേണ്ടുന്നത്. പരമാവധി സമയം ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന നാമം നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കാം, നമുക്കിഷ്ടമുള്ള നാമങ്ങളൊക്കെ തന്നെ ജപിക്കാം.
ഭക്ഷണത്തിലല്ല കാര്യം, നാമജപത്തിലാണ് കാര്യമെന്ന് ഓർക്കുക. രാത്രിയിൽ നമുക്ക് എത്ര സമയം ഇരുന്ന് നാമം ജപിക്കാമോ അത്രയും സമയം ജപിക്കാം. അതിനുശേഷം പിറ്റേ ദിവസം, അതായത് 11-ാം തീയതി നമ്മൾ വ്രതം അവസാനിപ്പിക്കണം. വ്രതം അവസാനിപ്പിക്കുന്നതിനെയാണ് പാരണ വീടുക എന്ന് പറയുന്നത്. പാരണ വീടുന്നതിനും സമയമുണ്ട്. ഓരോ സ്ഥലങ്ങളിലും ഏകാദശി തിഥി അനുസരിച്ചിട്ട് പാരണ വീടേണ്ടുന്നതിന് സമയവ്യത്യാസമുണ്ട്. നമ്മൾ സ്ഥിരമായി പറയുന്ന സ്ഥലങ്ങളിലെ പാരണാസമയം ഇപ്പോൾ ഞാൻ പറയാം. ഇതിൽ ഇപ്പോൾ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ ഞാൻ ഈ പറയുന്ന സ്ഥലങ്ങളിൽ താമസിക്കാത്ത ആളുകൾ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലെ പാരണാസമയം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ടോളൂ. ഞാൻ നിങ്ങളുടെ പാരണാസമയവും കൂടി പറഞ്ഞു തരാം. അടുത്ത തവണത്തെ ഏകാദശി വീഡിയോയിൽ ആ സ്ഥലങ്ങൾ ഉൾപ്പെടുത്താം. ഇങ്ങനെ ഓരോരുത്തരും ചോദിച്ചതിനനുസരിച്ചിട്ട് നമ്മളൊരു 10 സ്ഥലം പറഞ്ഞു തുടങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം ഒരുപാട് സ്ഥലങ്ങൾ ആയി. ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. കേരളത്തിൽ 11-ാം തീയതി രാവിലെ 6:31 മുതൽ 8:13 വരെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടുന്ന സമയം. തമിഴ്നാട് 6:19 മുതൽ 8:13 വരെ, കർണാടക 6:30 മുതൽ 8:13 വരെ, ഒറീസ 5:59 മുതൽ 8:13 വരെ, തെലുങ്കാന 6:27 മുതൽ 8:13 വരെ, ആന്ധ്രാപ്രദേശ് 6:23 മുതൽ 8:13 വരെ, ഗോവ 6:45 മുതൽ 8:13 വരെ, മഹാരാഷ്ട്ര 6:46 മുതൽ 8:13 വരെ, മധ്യപ്രദേശ് 6:33 മുതൽ 8:13 വരെ, ഡൽഹി 6:35 മുതൽ 8:13 വരെ, ലക്നൗ 6:20 മുതൽ 8:13 വരെ, പഞ്ചാബ് 6:46 മുതൽ 8:13 വരെ, രാജസ്ഥാൻ 6:41 മുതൽ 8:13 വരെ, ഗുജറാത്ത് 7:02 മുതൽ 8:13 വരെ, ഹരിയാന 6:37 മുതൽ 8:13 വരെ, ജാർഖണ്ഡ് 6:01 മുതൽ 8:13 വരെ, ആസാം 5:36 മുതൽ 8:13 വരെ, ഛത്തീസ്ഗഡ് 6:16 മുതൽ 8:13 വരെ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് 5:29 മുതൽ 8:13 വരെ, കാശ്മീർ 6:47 മുതൽ 8:13 വരെ. ഇനി കുവൈറ്റിൽ 11-ാം തീയതി രാവിലെ 6:02 മണി മുതൽ 6:02 മുതൽ 10 മണി വരെ, 6:02 മുതൽ 10 മണി വരെ കുവൈറ്റ്. ദുബായ് 6:32 മുതൽ 6:43 വരെ, ദോഹ 5:47 മുതൽ 9:45 വരെ, ബഹ്റിൻ 5:51 മുതൽ 9:49 വരെ, സൗദി അറേബ്യ 6:06 മുതൽ 10:04 വരെ, ഷാർജ 6:32 മുതൽ 6:43 വരെ, അബുദാബി 6:36 മുതൽ 6:43 വരെ, ഒമാൻ 6:19 മുതൽ 6:43 വരെ. ഇനി ഓസ്ട്രേലിയയിലും 11-ാം തീയതിയാണ് പാരണ വീടേണ്ടുന്നത്. 10-ാം തീയതി ഏകാദശി. 11-ാം തീയതി രാവിലെ 6:59 മുതൽ 11:08 വരെ, UK 6:23 മുതൽ 10:15 വരെ, സിംഗപ്പൂർ 7:12 മുതൽ 10:43 വരെ, ന്യൂസിലാൻഡ് 7:13 മുതൽ 11:25 വരെ, മാലിദ്വീപ്സ് 6:14 മുതൽ 7:43 വരെ, അർമേനിയ 7:20 മുതൽ 11:15 വരെ, ചൈന 6:15 മുതൽ 10:11 വരെ, ജപ്പാൻ 5:58 മുതൽ 9:54 വരെ, ജർമ്മനി 6:30 മുതൽ 10:21 വരെ, ഡെൻമാർക്ക് വെസ്റ്റേൺ ഓസ്ട്രേലിയ 6:06 മുതൽ 10:15 വരെ, മലേഷ്യ 7:21 മുതൽ 10:43 വരെ, ലിബിയ 7:23 മുതൽ 11:19 വരെ, നൈജീരിയ 6:39 മുതൽ 10:40 വരെ, സ്വീഡൻ 6:16 മുതൽ 10:04 വരെ, പുതുച്ചേരി 6:20 മുതൽ 8:13 വരെ, ഇറ്റലി 6:28 മുതൽ 10:23 വരെ. ഇനി മറ്റു ചില സ്ഥലങ്ങൾ. ആ സ്ഥലങ്ങളിൽ 9-ാം തീയതിയാണ് ഏകാദശി, 10-ാം തീയതി പാരണ വീടണം.
അപ്പോൾ 9-ാം തീയതി ഏകാദശി എടുക്കുകയും 10-ാം തീയതി പാരണ വീടുകയും ചെയ്യേണ്ടുന്ന സ്ഥലങ്ങളാണ് അമേരിക്ക. അമേരിക്കയിൽ 10-ാം തീയതി രാവിലെ 7:27 മുതൽ 11:21 വരെയാണ് പാരണാസമയം. ജോർദാനിലും 10-ാം തീയതിയാണ് പാരണ വീടേണ്ടുന്നത്. 9-ാം തീയതി ഏകാദശി, 10-ാം തീയതി രാവിലെ 10 മണി മുതൽ 11:21 വരെയാണ് പാരണാസമയം. സാംബിയ രാവിലെ 10:05 മുതൽ 10:21 വരെയാണ് പാരണാസമയം. കാനഡ 10-ാം തീയതി രാവിലെ 7:24 മുതൽ 11:17 വരെയാണ് പാരണാസമയം. വാൻകോവർ ബ്രിട്ടീഷ് കൊളംബിയ 10-ാം തീയതി രാവിലെ 7:36 മുതൽ 11:27 വരെയാണ് പാരണാസമയം. ഇസ്രായേൽ 10-ാം തീയതി രാവിലെ 10:05 മുതൽ 10:21 വരെയാണ് പാരണാസമയം. സൗത്ത് ആഫ്രിക്ക 10:21 മുതൽ 10:51 വരെയാണ് പാരണാസമയം. ഇനി റഷ്യയിലും 9-ാം തീയതി ഏകാദശി, 10-ാം തീയതി പാരണ, 10-ാം തീയതി രാവിലെ 10:05 മുതൽ 11:21 വരെയാണ് പാരണാസമയം. അപ്പോൾ ഇതാണ് ഇത്തവണത്തെ ഏകാദശിയുടെ പാരണാസമയങ്ങൾ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ പാരണ വീടണം. നിർബന്ധമായും ഈ സമയത്തായിരിക്കണം പാരണ വീടേണ്ടുന്നത്. അതാണ് ഏകാദശിയുടെ വ്രതത്തിന് കൂടുതൽ ഫലം നൽകുന്നത്. അതുപോലെ ചായ കുടിക്കാൻ പറ്റുമോ എന്നൊരു സംശയം പലരും ചോദിക്കും. നിങ്ങൾക്ക് ചായ കുടിക്കണം, ചായ കുടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തലവേദന എടുക്കും, അങ്ങനെയുള്ള ആളുകൾ ചായ കുടിച്ചോളൂ. പക്ഷേ ചായയുടെ അളവ് ഒന്ന് കുറച്ചോളൂ. ഇനി പീരീഡ്സ് ആകുമ്പോഴോ അതല്ലെങ്കിൽ പുലയും ബാലായ്മയും ഒക്കെ ഉള്ളപ്പോഴോ ഏകാദശി എടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം എപ്പോഴും ചോദിക്കുന്നതാണ്. ഏകാദശി എടുക്കാം, പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, വിളക്ക് തെളിയിക്കാനോ ക്ഷേത്രത്തിൽ പോകാനോ ഒന്നും സാധിക്കുകയില്ല. അത് നമ്മുടെ ആചാര രീതിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് രാവിലെ കുളിക്കുക, വ്രതം പറഞ്ഞിരിക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുക, അതുപോലെ രാവിലെയും വൈകുന്നേരവും കുളിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം നിങ്ങൾക്ക് എപ്പോഴും ജപിക്കാം. അത് യാതൊരു ദോഷവുമില്ല. പീരീഡ്സ് ആയിരിക്കുമ്പോഴോ പുലയായിരിക്കുമ്പോഴോ ബാലായ്മ ആയിരിക്കുമ്പോഴോ ഒക്കെ തന്നെ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ വിളക്ക് തെളിയിക്കേണ്ട, നിങ്ങളുടെ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചോളൂ, നാമം ജപിച്ചോളൂ, വ്രതം പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. പിറ്റേ ദിവസം രാവിലെ, അതായത് പാരണ വീടേണ്ടുന്ന ദിവസം രാവിലെ നിങ്ങൾ കുളിക്കുക, നിങ്ങളുടെ മുറിയിലിരുന്ന് നാമം ജപിക്കുക. അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടുന്നത്. അത് ഒരു വ്രതമായി തന്നെ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെടും. കാരണം എത്ര പ്രതികൂലമായ സാഹചര്യം ഉണ്ടായിട്ടും ഏകാദശി വ്രതം എടുക്കുന്നതിൽ നമ്മൾ മുടക്കം വരുത്തിയില്ലല്ലോ എന്ന് ഭഗവാൻ ചിന്തിക്കും. ഭഗവാന്റെ നാമം ജപിക്കുന്നതിന് വേണ്ടി ഓരോരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ട് നമ്മളത് ഉപേക്ഷിച്ചില്ലല്ലോ എന്നും കൂടി ഭഗവാൻ ചിന്തിക്കുകയും അതനുസരിച്ചിട്ട് കൂടുതൽ ഐശ്വര്യം നമുക്ക് ഭഗവാൻ നൽകുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുക. നമുക്ക് കിട്ടേണ്ടുന്ന സമയത്ത്, ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കും, കുറച്ച് ദിവസം പ്രാർത്ഥിക്കും, നമ്മൾ വിചാരിച്ച കാര്യമൊന്നും ചിലപ്പോൾ നടന്നെന്ന് വരത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല, എത്ര കാലമായി ഞാൻ ഇങ്ങനെ ഏകാദശി എടുക്കുന്നു, എന്നിട്ടൊരു പ്രയോജനവുമില്ല, അതുകൊണ്ട് അത് നിർത്തിയേക്കാം. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ഭഗവാൻ അറിയാം നിങ്ങൾക്ക് എപ്പോഴാണ് തരേണ്ടത്. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യമായിരിക്കത്തില്ല ഭഗവാൻ നമുക്ക് തരുന്നത്, മറ്റു ചില കാര്യങ്ങളായിരിക്കും തരുന്നത്. കാരണം നമ്മൾ ചിലപ്പം നമ്മുടെ അറിവില്ലായ്മയോടെ നമ്മൾ വിചാരിക്കും ഇതാണ് നമുക്ക് വേണ്ടത് എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യും? അതിനുവേണ്ടി വാശി പിടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഈശ്വരൻ അറിയാം നിങ്ങൾക്ക് ഇതല്ല വേണ്ടത്, ഇത് നിങ്ങൾക്കുള്ളതല്ല, നിങ്ങൾക്കുള്ളത് ഞാൻ വേറെ തരാം, നല്ലതായിരിക്കും ഭഗവാൻ തരുന്നത്. അപ്പോൾ അങ്ങനെ കരുതി ക്ഷമയോടുകൂടി എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ഭഗവാൻ വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ നമുക്ക് നൽകും എന്ന് കരുതി ചിന്തിച്ച് പ്രാർത്ഥിച്ചിരിക്കുക. ചിലപ്പോൾ നമുക്ക് ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതൊക്കെ നമ്മുടെ കർമ്മഫലമാണ് എന്ന് ചിന്തിക്കുക. ഈശ്വരൻ നമുക്ക് ഒരു കൈത്താങ്ങായി എന്നും നമ്മുടെ കൂടെ ഈ ദുഃഖങ്ങളിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും. കാരണം ഈ ദുഃഖങ്ങളിലൂടെ നമ്മളെ പിടിച്ചു നടത്തുന്നതിനായി ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഒരിക്കലും നാമം ജപിക്കുന്ന ഭഗവാന്റെ ഭക്തരെ ഭഗവാൻ ഒരിക്കലും കൈവെടിയുകയില്ല എന്ന് ചിന്തിക്കുക, വിശ്വസിക്കുക. ദുഃഖങ്ങളൊക്കെ നമുക്കുണ്ടാകും, അത് മനുഷ്യ സഹജമാണ്. ദേവന്മാർക്ക് പോലും ദുഃഖങ്ങളുണ്ട്, അത് നമ്മൾ ഓർക്കുക. ഭഗവാൻ ശ്രീരാമനെ
അമിതമായ ദുഃഖം വരുമ്പോൾ നമ്മൾ ഓർക്കുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. അതുമാത്രമേ നമുക്ക് ഈ കലിയുഗത്തിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതും ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നതും ഭഗവാന്റെ കഥകൾ പ്രചരിപ്പിക്കുന്നതും ഭക്തി തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ ഭാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. എല്ലാവരും ഏകാദശി എടുക്കട്ടെ, എല്ലാവരും നാമം ജപിക്കട്ടെ. അതും ഒരു പുണ്യം തന്നെയാണ്. ആ പുണ്യം ആർക്കുണ്ടാകും? നമുക്കുണ്ടാകുമെന്ന് കരുതുക. ഹരേ കൃഷ്ണ.